അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ഒരു മറ വേണം എന്നുള്ള സുന്നത്ത് പറയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് നമ്മൾ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ് അല്ലെങ്കിൽ ശുക്രിൻ്റെ സുജൂദൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മറ സ്വീകരിക്കൽ സുന്നത്തുണ്ടോ? നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ ഖുർആൻ ഓതാൻ ചിലപ്പോൾ മാറിയിട്ട് പല സ്ഥലങ്ങളിലും ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഓത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു തിലാവത്തിൻ്റെ സുജൂദ് വന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്നിടത്ത് തന്നെ മുസാഫ് മാറ്റി വെച്ചിട്ട് അവിടെയാണ് സുജൂദ് ചെയ്യുകയാണ് ചെയ്യും, മുമ്പിൽ മറ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാതെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സുജൂദിനും മറ സ്വീകരിക്കൽ സുന്നത്ത്. നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിൽ മറ ഉണ്ടാവണം, അത് സുന്നത്താണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നിസ്കാരത്തിലല്ലാതെ നമ്മൾ സുജൂദ് ചെയ്യേണ്ട ഘട്ടങ്ങൾ വരും. ഇപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ്, ഖുർആൻ ഓതുന്ന സമയത്ത് ചില ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ സുജൂദുണ്ട്. അതുപോലെ തന്നെ ശുക്റിൻ്റെ സുജൂദ്, ഇതൊന്നും നിസ്കാരത്തിലുള്ള സുജൂദല്ല. അപ്പോൾ ഇനി സുജൂദിനിക്കും മറ വേണോ എന്നുള്ളത്, മറ വേണം. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിസ്കാരത്തിലല്ലാതെ നമ്മൾ പുറത്തു നിന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്ന സമയത്തും അതിനൊക്കെ മറ ഉണ്ടാവൽ സുന്നത്തുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിന്റെ നിഹായ, ആ നിഹായയിൽ നിസ്കരിക്കുന്ന സമയത്ത് മറ സുന്നത്താണ് എന്നൊക്കെ വിശദീകരിച്ചു കൊടുത്ത് റംലി ഇമാമിന്റെ നിഹായ എന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം ഷബ്റാം മല്ലസി റഹിമഹുല്ല ആഷിത്തുൻ നിഹായയിൽ അവിടെ പറയുന്നുണ്ട്, ഇത് ശുക്റിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, അതിനൊക്കെ മറ വേണം എന്നുള്ളത്. നിസ്കരിക്കുക എന്ന് പറയുന്ന ആ രൂപത്തിൽ തന്നെ അതും പെടുക എന്നുള്ളത്. ആഷിത്തുൻ നിഹായയുടെ 2ാം വാള്യം ഇതിന്റെ 60ാമത്തെ പേജിൽ ഉണ്ടോ, വയംബഗി ഐലൻ അന്നഫി മാനസ്വലാത്തി ഉണ്ടോ. അപ്പോൾ ഇവിടെ നിസ്കാരത്തിന്റെ പരിധിയിൽ അതിന്റെ അർത്ഥത്തിൽ വരും എന്ത്, സജദു തിലാവത്തി വശുക്രി. അപ്പോൾ നമ്മൾ എൻ്റെ തിലാവത്തിന്റെ ഓത്തിന്റെ ഈ പറയുന്ന എൻ്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ, ശുക്റിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അവിടെയൊക്കെ എന്താകും, ഇതുപോലെ മറ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതിപ്പോൾ ഒരു പള്ളി എന്നുള്ള ഒരു ഇത് വരൂല, എവിടുന്ന് ആയാലും. ഇപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ സ്ത്രീകൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, അപ്പോൾ ആ സമയത്തും ഇത് എല്ലാവർക്കും ബാധിക്കുന്ന ഒന്നാണ്. പള്ളിയിൽ ചിലപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഖുർആൻ ഓതുമായിരിക്കും, പ്രത്യേകിച്ച് റമളാനിലൊക്കെ. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ഖുർആൻ ഓതാൻ വേണ്ടി നോക്കുമല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു അറ്റത്തോ ഒരു മൂലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇരുന്നു പോകും. അപ്പോൾ അവിടെ എൻ്റെ തിലാവത്തിൻ്റെ സുജൂദ് വരുമ്പോൾ എന്താണ്, മറയുടെ ഭാഗത്തേക്ക് വരണം. അത് സുന്നത്തുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ അത് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു ത്വഹഫ അധികരിച്ചുകൊണ്ട് ആഷിത്തു ഷർവാനിയിലും പറയുന്നുണ്ട്, പല ഇമാമികളും ഇത് പറയുന്നുണ്ട്. ആഷിത്തു ഷർവാനിയുടെ 2ാം വാള്യം ഇതിന്റെ 446ാമത്തെ പേജിലുണ്ട്. അതേ ഇബാറത്ത് തന്നെ ഷബ്റാം മല്ലസിയുടെ അതേ ഇബാറത്ത് കൊടുത്തിക്കണം. വയംബഗി ഐലൻ അന്നഫി മാനസ്വലാത്തി സജദത്തു തിലാവത്തി വശുക്രി. അത് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു കൻസുറാഗബി വിശദീകരിച്ചോടത്തും പറയുന്നുണ്ട്. അതായത് മിൻഹാജിന്റെ അറിയപ്പെട്ട ഷറഹുകളാണ് ത്വഹ്ഫ, നിഹായ, അതുപോലെ തന്നെ മഹല്ലി. ഇതിൻ്റെയൊക്കെ വിശദീകരണമാകുന്ന ഹഷ്യകളിലൊക്കെ ഇത് വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് എന്നുള്ളത്. ഇമാം ഖല്ലൂബി റളിയല്ലാഹുവിന്റെ ആഷിത്തുന്റെ ഖല്ലൂബി അതിന്റെ 1ാം വാള്യം തന്നെ ഇതിന്റെ 538ാമത്തെ പേജിൽ ഉണ്ടോ, വമിസ്ലുൽ മുസല്ലി മൻ ഹറമ ബിസുജൂദി തിലാവത്തി ഔ ശുക്രിൻ. അപ്പോൾ ഒരാളിപ്പോ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പൊ തിലാവത്തിന്റെ സുജൂദാട്ടെ ശുക്റിന്റെ സുജൂദാണെങ്കിലും നിസ്കരിക്കുക എന്ന് പറയും പോലെ തന്നെയാണ് അവിടെയും ഈ പറയുന്ന മറ സ്വീകരിക്കൽ സുന്നത്തുണ്ട് എന്നർത്ഥം. അപ്പൊ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ നിസ്കാരം എന്ന് പറയുന്ന പരിധിയിൽ തന്നെ തിലാവത്തിന്റെ സുജൂദും അതുപോലെ തന്നെ ശുക്റിന്റെ സുജൂദും ഒക്കെ പെടുത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരു മറ സ്വീകരിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ആ മറയ്ക്ക് നേരത്തെ പറഞ്ഞ നമ്മളെ നിബന്ധനയൊക്കെ മറക്കും വേണ്ടി വരും. ഇതിനും മറയുടെ ഒരു നിബന്ധന ഉണ്ടല്ലോ, ആ നിബന്ധനയൊക്കെ ഇതിനും ബാധിക്കുമെന്നർത്ഥം കേട്ടോ.